Hello guys, welcome back to Learning Science with RK. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ട എന്താണെന്ന് വെച്ചാൽ ലിവിങ് ഫോംസിൻ്റെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് ആണ് കണ്ടത്. ടുഡേ വി ആർ ഗോൺ സീ ഹൗ ദീസ് ലിവിങ് ഫോംസ് ആർ ക്ലാസിഫൈഡ്. അപ്പോൾ ഇതിനകത്ത് ലിവിങ് ഫോംസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട്. 3 പോയിന്റ്സ് ആണ് ശരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ദിസ് ക്ലാസിഫിക്കേഷൻ? Why this classification? And the second question is, what is the basis of this qualification? Basis of classification. And the third one is, what are the classifications? What are the classifications? Or categories, what are these categories, how they are categorized? So addressing the first question, why this, why do we need this categorization? Okay. And this categorization is called as a taxonomic categorization. Okay, as I was stating before, this is called as taxonomic categorization. And this taxonomic categorization, what is this taxon? Actually, taxon, which is or taxa in singular form, that is called as the basic the basic unit, okay, of the categorization is called as the taxa. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. So how many taxas are involved, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. So first question ആണ് നമ്മൾ ഇപ്പോൾ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. Why this classification is needed? Okay. And why this classification is needed? പറഞ്ഞിട്ടില്ല. Why this classification is needed? The classification is needed just because for an easy way to classify the organism, right? So നമുക്ക് living forms പറഞ്ഞാൽ it's so vast. There are a lot of thousands and thousands of organisms in this living world, right? So we want to classify them. So according to our classification വേണ്ടിയിട്ടാണ് classification അതിന് കാറ്റഗറൈസ് ചെയ്യാൻ തരംതിരിക്കാൻ പറയുന്നത്. ഒരു ഓർഗാനിസം ഏത് ഗ്രൂപ്പിൽ വരുന്നു തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ, ടാക്സോണമിക് കാറ്റഗറൈസേഷൻ ആയിട്ട്. ഇറ്റ്സ് എ ഹൈറാർക്കിയൽ കാറ്റഗറൈസേഷൻ എന്ന് പറയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ? ആക്ച്വലി എന്തിന്റെ ബേസിലാണ് നമ്മളിത് ക്ലാസിഫൈ ചെയ്യുന്നത്? And simplest answer to this question is the scientists have classified the organism based on the similarities. Okay, അതെന്ത് സിമിലാരിറ്റീസ് എന്നൊക്കെ ഓൺ ദ വേ ഞാൻ കുറച്ചുകൂടേക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വി വിൽ സി. അതർവൈസ് ഇറ്റ്സ് ഗോയിങ് ടു ബി കൺഫ്യൂസിങ് ഫോർ യു. സോ അതായത് ഓർഗാനിസം തമ്മിലുള്ള സിമിലാരിറ്റീസ് വെച്ച് അതിനൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആക്കുന്നു. ഒരു 100 ഓർഗാനിസം ഉണ്ടെങ്കിൽ അതിനൊരു ഗ്രൂപ്പ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിൻ്റെയും 2 ഗ്രൂപ്പിൻ്റെയും കുറച്ചുകൂടെ സിമിലാരിറ്റീസ് വ്യത്യാസമുണ്ട്, പക്ഷെ നല്ലൊരു പെർസെൻറ്റേജ് സിമിലാരിറ്റി ഉണ്ട് താനും. അങ്ങനെയുള്ള ഗ്രൂപ്പ് വേറൊരെണ്ണം. അങ്ങനെ ഓരോ ഹൈറാർക്കിയൽ ലെവലായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദീസ് ക്യാരക്ടറൈസ്, ഏതാണ് ഈ കാറ്റഗറീസ് എന്നാണെന്ന് നോക്കാം. അതിനായിട്ട് I have to draw this just a diagram. Just follow with me, because otherwise if you don't listen it carefully, it's going to be a little bit confusing for you, because it's not that easy to understand. Because ഇത് ശരിക്കും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് when you go to ഡിഗ്രി ലെവൽസിലൊക്കെയാണ്, ബയോളജി ക്ലാസ്സിൽ വരുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങളത് ഒരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു. സോ ഫസ്റ്റ് അതിൽ ലോവർ ലെവൽ ഓഫ് കാറ്റഗറൈസേഷൻ ടാക്സൺ എന്ന് പറയുന്നതാണ്, അത് പേരാണ് സ്പീഷീസ്. വാട്ട് ഇസ് കോൾഡ് as സ്പീഷീസ്. ഓക്കെ, അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് ലെവൽ അതാണ്. അടുത്ത സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നതാണ് ജീനസ്. തേർഡ് ലെവൽ എന്ന് പറയുന്നതാണ് ഫാമിലി. ഫോർത്ത് ലെവലാണ് ഓർഡർ. ഫിഫ്ത്ത് ലെവലാണ് ക്ലാസ്. സിക്സ്ത് ലെവലാണ് ഫൈലം, ഓർ ഇൻ കേസ് ഓഫ് പ്ലാന്റ്സിൽ ഇതിന് ഡിവിഷൻ എന്നും പറയാറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പ് മോസ്റ്റ് ഓഫ് ദ ടാക്സൺ ഈസ് കോൾഡ് as a kingdom, which is the 7th one. അപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആ എക്സാമ്പിളാണ് നമ്മൾ തന്നെ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ആ ഹ്യൂമൻ ബീങ്സിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് അറിയാവോ? ദിസ് ഈസ് കോൾഡ് as
ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇത് ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ടു വേർഡ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഹോമോ എന്നുള്ള വേർഡും സാപ്പിയൻസ് എന്നുള്ള ഒരു വേർഡും കൂടെ ചേർത്തിട്ടാണ് സയൻറ്റിഫിക് നെയിം. അപ്പോൾ ഇതിൽ ഈ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ പോർഷന് പറയുന്ന പേരാണ് സ്പീഷീസ്. നമ്മൾ ഹ്യൂമൻസ് പറയുന്നൊരു സ്പീഷീസ് ഇതാണ്. ഓക്കെ, ദിസ് പാർട്ടിൻ്റെ പേരാണ് ജീനസ്. ഇതൊരു എക്സാമ്പിൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഹോമോസാപ്പിയൻസ് നമ്മളൊരു അതാണ് നമ്മുടെ ആക്ച്വലി ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള ഒരേ ഒരു ഹ്യൂമൻസ് ഹോമോ സ്പീഷീസ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. മാൻകൈൻഡ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. ബട്ട് ദർ ആർ മെനി അതർ സ്പീഷീസ് ഓഫ് ഹ്യൂമൻസ് which are like as Homo neanderthalensis, Homo erectus, അങ്ങനെ പറഞ്ഞ കുറേ വേറെ ഒരു 3 to 5 to 6 വേറെ ഹ്യൂമൻ കൈൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് ഇത് ഹോമോ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ജീനസ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സ്പീഷീസ് ആണ്. അതായത് ഓരോരുത്തരും ഇതൊന്നും എല്ലാം എക്സ്റ്റെൻറ്റ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ദേ ആർ പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഹ്യൂമൻ്റെ സ്പെസിഫിക് സ്പീഷീസ് ആണ്. ഇപ്പോൾ ഭൂമിയിലുള്ളത് ഹോമോ സാപ്പിയൻസ് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു നമ്മൾ ഇതിൽ ഈ രണ്ട് ക്യാരക്ടറൈസേഷൻ കൊടുക്കുകയാണ്. ഹൗ ദിസ് സാപ്പിയൻസ് ഡിഫേഴ്സ് ഫ്രം ദിസ് എറക്ടസ് ആൻഡ് നിയോണ്ടർതാലൻസിസ്. ബേസിക്കലി അവരുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് സയൻറ്റിസ്റ്റ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനാണ് ഒരെണ്ണം. അടുത്തത് ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ യു ക്യാൻ ഇമാജിൻ ഇവിടെ ആകുമ്പോഴത്തേക്കും തിങ്സ് കുറച്ചും കൂടെ വാസ്റ്റ് ആവും. അതായത് ഇങ്ങനെ പോകും തോറും ആസ് ഇറ്റ് ഗോസ് അപ്പ് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻക്രീസ് ആവും, ഹൈ ആയിരിക്കും. ആൻഡ് സിമിലാരിറ്റീസ് കുറയും, ലോ സിമിലാരിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ ആകുമ്പോൾ ഹൈ സിമിലാരിറ്റി ആണ് ബിറ്റ്വീൻ ദി സ്പീഷീസ് ആണെങ്കിൽ ജീനസ് ആണെങ്കിലും എല്ലാം. പ്ലസ് നമ്പർ ഓഫ് ഓർഗാനിസം വിൽ ബി ലോ, താഴെ ഓർഗാനിസം ലോ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഹയർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഫാമിലി. നമുക്കറിയാം ഫാമിലി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽമാർ, കുടുംബം അല്ലേ, ഒരു കുടുംബത്തിൽ പല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഹോമോസാപ്പിയൻസിൻ്റെ തന്നെ ഫാമിലി നെയിമായിട്ട് പറയണതാണ്. ഇപ്പോൾ ജീനസ് നമ്മൾ പഠിച്ചു, സ്പീഷീസ് നെയിം സാപ്പിയൻസ് ആണ്, ജീനസ് നെയിം ഇസ് ഹോമോ. ഫാമിലി നെയിമാണ് ഹോമിനിഡേ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ അതൊരു ഫാമിലി നെയിമാണ് ഹോമിനിഡേ. ഈ ഹോമിനിഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഹോമോസാപ്പിയൻസ് മാത്രമല്ല, ഹോമോ എന്ന് പറയുന്ന സ്പീഷീസ് മാത്രമല്ല അതിനകത്ത് വരുമ്പോഴത്തേക്കും മനുഷ്യരെ പോലെ ഇരിക്കുന്ന കുരങ്ങുകൾ, ഫോർ എക്സാമ്പിൾ ഓറംഗുട്ടാൻ, ദെൻ ജാൻഡ് ഏപ്സ്, കോമൺ ഏപ്സ്, ഓറംഗുട്ടാൻസ് ആൻഡ് ഗോറില്ല. ഓറംഗുട്ടാൻ, ഗോറില്ല നമുക്കറിയാം. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു നല്ല ഷേപ്പുണ്ട്, നല്ലോണം കറുത്തിട്ടാണ്, രോമം ഉണ്ട്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വെച്ചാൽ ഓൾമോസ്റ്റ് അവർ നമ്മളെ പോലെ കയ്യെ കാല് ദേ ക്യാൻ സ്റ്റാൻഡ് അപ്പ്. There's not problem at all. They feed മനുഷ്യരുടെ they deliver the babies, അതെല്ലാം നോക്കുമ്പോൾ more or less closely related to human race ആണ്. അതുകൊണ്ടാണ് closely related ഹോമിനിഡേ എന്ന് പറയുന്ന ഫാമിലിയിലാണ് നമ്മളും വരുന്നത്. മനസ്സിലായോ? ഹോമിനിഡേ അതായത് കുരങ്ങുകളൊക്കെ വരുന്ന ഫാമിലിയാണ് നമ്മളും വരുന്നത് ഇൻഫാക്ട്. ഓക്കെ, കുരങ്ങെന്ന് പറയാൻ പറ്റില്ല, ഗോറില്ലാസ്. ഓക്കെ, ആൻഡ് അടുത്തത് ഹ്യൂമൻസ് ഹോമോസാപ്പിയൻസിൻ്റെ തന്നെ നമ്മൾ എവിടെയാണ് വീണ്ടും വരുന്നത് ഓർഡർ എന്ന് പറയും. അടുത്ത ഹയർ ക്ലാസിഫിക്കേഷൻ അത് വരുമ്പോൾ കുറച്ചും കൂടെ വാസ്റ്റ് ആവുകയാണ് ക്ലാസിഫിക്കേഷൻ. അവിടെ സിമിലാരിറ്റീസ് കുറച്ചും കൂടെ വൈഡൻ ആവും, നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻക്രീസ് ആവും. അതിൽ ഓർഡറാണ് പ്രൈമേറ്റ്സ്. ആക്ച്വലി പ്രൈമേറ്റ്സ് വരുമ്പോഴത്തേക്കും മോർ ദാൻ ഓൾമോസ്റ്റ് 300 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസും പല പല സ്പീഷീസ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതായത് ലോവർ സ്പീഷീസ് വരെ നമ്മൾ പറയില്ല, പല പല ഐറ്റംസ്, പല പല ഓർഗാനിസംസ്, മോർ ദാൻ 300 സ്പീഷീസോളുണ്ട്. ആ സ്പീഷീസിൽ ഏതൊക്കെ വരുന്നത് നമ്മുടെ സാധാരണ മങ്കീസ്, ഇൻക്ലൂഡിങ് മങ്കീസ് ഉണ്ടാവും. പിന്നെ ഏതുണ്ടാവുക, എയ്ബ്സ്, മങ്കീസ് ഉണ്ടാവും, എയ്ബ്സ് ഉണ്ടാവും, ദെൻ ഓഫ് കോഴ്സ് ഹ്യൂമൻ. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇത്രയുണ്ടാവും. മീൻസ് ദ നമ്പർ ഓഫ് ഓർഗാനിസം ഹ്യൂമൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എയ്ബ്സ് വന്നു, മങ്കീസ് വന്നു. ഇവിടെ ഉണ്ടായിരുന്നത് ഹ്യൂമൻ, ഇവിടെ ഉണ്ട്, മറന്നു പോകണ്ട. സോ ഹ്യൂമൻ, ഗൊറില്ല, ഓറംഗുട്ടാൻ. ഇവിടെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ജനറലൈസ്ഡ് ആയി. when it came to primates it became humans and apes, normal monkeys വരെ. so you see the similarities കുറഞ്ഞു വരുവാണ്. and the number of organisms as such individual animals, varieties of animals കൂടിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ വരുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നതാണ്, നെക്സ്റ്റ് ഇസ് എ ക്ലാസ് മമ്മേലിയ.
സിമ്പിൾ ഫോർ എക്സാമ്പിൾ മാമൽസ്. മമേലിയ എന്നാണ് ക്ലാസിന്റെ പേര്. മാമൽസ്, മമേലിയ വരുമ്പോഴത്തേക്കും എന്തായി? മമേലിയ വരുമ്പോഴത്തേക്കും ഓൾറെഡി ക്ലാസ് ഭയങ്കര വൈഡായി. മാമൽസ് വരുമ്പോഴത്തേക്കും എ ലോട്ട് ഓഫ് മാമൽസ്. എന്തൊക്കെ മാമൽസ് ഉണ്ട് നമുക്കറിയാവുന്ന, ഇൻക്ലൂഡിങ് ദി എലഫൻസ്, ഓക്കെ, monkeys, human, then dogs, cats. Idella, you see the class increases now because mammals nachala any animal which deliver the baby and breastfeed, you know. So this classification, categorization is getting higher and higher, and the similarity is also decreasing. But there is one similarity because they come all are animals. അതാണെങ്കിൽ മോള് വരുമ്പോൾ കിങ്ഡം നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലിപ്പോ ഫൈലം എന്ന് പറയുന്ന അടുത്ത കോർഡേറ്റ്സ് ആണ്. കോർഡേറ്റ് എന്ന് വെച്ചാൽ നട്ടലുള്ള ജീവികൾ. ഓക്കെ, ഇതിലെല്ലാത്തിലും നട്ടലില്ലേ, നട്ടലുള്ള ജീവികളാണ്. ആ ഒരു കേസിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, നട്ടലുള്ള ജീവികൾ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും വാസ്റ്റായി, വീണ്ടും അങ്ങോട്ട് എല്ലാ ആനിമൽസും ഓൾമോസ്റ്റ് വരാൻ പാടില്ല ഒരു കാറ്റഗറി വരെയാണ്. കിങ്ഡം ആണ് ആനിമേലിയ. സോറി, ഓക്കെ, അവിടെ എന്തോ പെൻസിലിന്റെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. വാട്ട് എവർ. സോ കിങ്ഡം ഇസ് ദ ഫൈനൽ വൺ, ഇസ് ദി ആനിമേലിയ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഇവിടുന്ന് വന്നത് നോക്കുവാണെങ്കിൽ പെൻസിൽ, സോ കിങ്ഡം എന്ന് പറയുന്നത് ആനിമേലിയ. ഓക്കെ, സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി സിമിലാരിറ്റീസ്, ഹയർ സിമിലാരിറ്റീസ് ടു ലോവർ സിമിലാരിറ്റീസ്, ബട്ട് ദ നമ്പർ ഓഫ് ആനിമൽസ് വിൽ ഇൻക്രീസ്. ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ, ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ, വി ക്യാൻ റിയലി മേക്ക് ഇറ്റ് ആസ് എ കൈൻഡ് ഓഫ് ഒരു ട്രയാങ്കിൾ, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെ വരയ്ക്കാം. യു സി, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെ വരയ്ക്കുമ്പോഴത്തേക്കും കൻ സി കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർത്തിരിക്കുക എളുപ്പമായിരിക്കും. നാരോ ഡൗൺ ആവുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ. I will try to explain it once again in this one. നമ്മൾ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ രൂപത്തിൽ വരയ്ക്കുകയാണെങ്കിൽ അത് 7 ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഓൾറെഡി ഓരോ സ്റ്റേജസ് 1, 2, 3, 4, 5, 6, 7. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പീഷീസ്. ഇത് വരുമ്പോൾ ജീനസ്, ഓർഡർ, സോറി ഫാമിലി, ഓർഡർ, ക്ലാസ്, phylum, 1, 2, 3, 4, 5, 6, 6. ഇത്രയാണ് നമ്മൾ വരച്ചു. phylum, kingdom, sorry. So this is the classification. As you see, the number of individuals or animals in the taxonomic category increases as it goes up. So to summarize once again, there are 7 categories of taxons recognized for identifying animals. This includes species, genus, family, order, class, phylum, and kingdom. Okay, so this is the I hope I was clear enough. എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ you can write down in the comments. I'll be happy to answer. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആക്ച്വലി കുറച്ചുകൂടി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബട്ട് ഐ ഫൗണ്ട് ഇറ്റ് ബിറ്റ് കൺഫ്യൂസിങ് ഫോർ യു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴി നമുക്ക് പറഞ്ഞുതരാം. ഹ്യൂമൻ ബീങ്സിന്റെ ഒരു എക്സാമ്പിൾ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റേ കാറ്റഗറി പോകുമ്പോൾ എന്താണ് ഡിഫറൻസ് വരുന്നത് മനസ്സിലാക്കാനാണ് ഹോമോസാപ്പിയൻസിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻഡ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മാംഗോ. നമുക്കറിയാം മാംഗോ ഫോർ എക്സാമ്പിൾ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയും സയന്റിഫിക് നെയിം. അതിലെ പല വെറൈറ്റീസ് ഉണ്ട് മാംഗോയുടെ. അപ്പോൾ മാംഗോ വരും, അതുപോലെ തന്നെ മാംഗോ വരുന്നതാണ് അനക്കാഡിയം, നമ്മുടെ എന്താ പറയുക കശുമാവ്, അതൊക്കെ വരുമ്പോൾ അതിന്റെ ഫാമിലി മാറി. അടുത്ത് അനക്കാഡിയേസി എന്ന് പറയും, അതിന്റെ ഫാമിലിയുടെ പേരാണ് അനക്കാഡിയേസി. മാങ്ങ ഒക്കെ വരുന്നത്. പക്ഷേ കശുമാവും മാങ്ങയും രണ്ടാണ് അല്ലേ. അപ്പോൾ ഫാമിലി വരുമ്പോഴത്തേക്കും ആ പ്ലാന്റ്സിന്റെ ഓരോ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അതിന്റെ ലീഫ് ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ ഫ്ലവർ ക്യാരക്ടറിസ്റ്റിക്, അങ്ങനെയുള്ള ഓരോരോ
ഇതാണ് വെച്ചിട്ടാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ആനിമൽസ് മോസ്റ്റ്ലി റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആവാം, അവരുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആവാം, നമ്പർ ഓഫ് ലെഗ്സ് ആവാം, ഐ പൊസിഷൻ, ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്കത് ഐ മീൻ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കുന്ന ഹയർ സ്റ്റാൻഡേർഡ്സിൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. സോ വാട്ട് എവർ ഒരു ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആണ് നമ്മൾ ക്ലാസിഫിക്കേഷനിലെ കാറ്റഗറൈസേഷൻ, ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ ആയിരിക്കുന്നത് മാത്രം പഠിക്കുക. എനി ഹൗ ഇൻ ഡീറ്റെയിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ദി ഓർഗാനിസം ഇസ് കമ്മിങ് സൂൺ. മേജർ ക്ലാസിഫിക്കേഷൻസ് അത് നമുക്ക് അടുത്ത അപ്കമിങ് ചാപ്റ്റേഴ്സിൽ upcoming class. Thank you so much. And if you didn't subscribe to my channel yet, please subscribe to my channel. And I hope I was clear enough today. And thank you so much.